പാർട്ടിയുടെ ഭാഗമാകണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന അഖിൽ മാരാറിന്റെ ഓഡിയോ പുറത്തുവിട്ട് 2020 കോൺഗ്രസും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അതല്ല പിന്നെ ഇതിപ്പോ നമുക്കെന്തെങ്കിലും കിട്ടോ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10 ഞാൻ 15 ചോദിച്ചാലോ? സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ കോൺട്രാക്ട് മറിച്ചു കൊടുത്ത് പുതിയ ഡീൽ ഉറപ്പിക്കുമ്പോ കമ്മീഷൻ കൈയോട് മേടിക്കണം, അല്ലെങ്കിൽ ആ പണം ഗോവിന്ദ. BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിന്റെ റെസ്പെക്റ്റും അതിന്റെ ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവും. ഇതിൽ നമുക്കതില്ല. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിന്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം പറഞ്ഞത് കുറെ ഉള്ളി പറയ്ക്കാൻ കുറെ കാണുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടിച്ചാവും. നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായി. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അഖിൽ മാരാർ 2020 വിട്ടതിന് ശേഷം ഇവർ തമ്മിലുള്ള വാക്പോര് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ഇവർ തമ്മിൽ നമ്മൊരു ലൈവ് കിട്ടിയ ഞാൻ സാറിന്റെ കാര്യത്തിൽ തീരുമാനം സംസാരിച്ചിരുന്ന കാര്യങ്ങൾ, പരസ്പരം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അതിന്റെയൊക്കെ ഓഡിയോകൾ ഇപ്പോൾ പുറത്ത് വിടുന്നു. അത് 16 എന്റെ 16 അല്ല, അടുത്ത മാസം 16. നീ എന്ത് 16 തൂക്കുന്നത്? അല്ല അറിയാം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.